നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കഥയിൽ കണ്ടു കാണും. ബാലേന്ദ്രനും രോഹിത്തും ഒക്കെ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നേ എല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു വിശേഷം തന്നെയായിരുന്നു. അത് കണ്ണു നിറയാതെ ആർക്കും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വികാര നിർഭരമായ കുറച്ച് രംഗങ്ങളിലൂടെയായിരുന്നു ഇന്ന് നമ്മൾ കടന്നുപോയത്. അതുപോലെ ബബിതയ്ക്കുണ്ടായ മാറ്റം, ബബിതയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബബിതയ്ക്ക് ഒരു സങ്കടം സഹിക്കാൻ പറ്റിയില്ല. രോഹിത്ത് ക്ഷമ പറഞ്ഞു കഴിഞ്ഞപ്പം രോഹിത്തിൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരു ക്ഷമ എന്നൊരു വാക്ക് വീഴുന്ന അവരും പ്രതീക്ഷിച്ച കാര്യമല്ല. അലീന ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മൂന്ന് വഴിയെ പോയേനും. പക്ഷെ അലീന ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഈ പറയുന്ന അവർക്കൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ വൈജയ്ക്ക് മാത്രമാണ് അത് മനസ്സിലാകത്തെ. ബാലേന്ദ്രനോട് ക്ഷമ ചോദിച്ചു. പിന്നെ തൻ്റെ അനുജിത്തിമാരോടും ക്ഷമ വെച്ചതിന് ശേഷം രോഹിത്ത് നേരെ വൈജയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പം താൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം അതിന് ക്ഷമ ചോദിക്കണമല്ലോ. അപ്പം എല്ലാവരുടെയും ക്ഷമ ചോദിക്കണമെന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈജയുടെ മുറിയിലേക്ക് ചെന്നു. വൈജയുടെ മുറിയിലേക്ക് എന്നിപ്പോൾ വൈജ ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. ഇത്ര ഗൗരവത്തിലാണ് സംസാരം. അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ, കാരണം ഞാൻ കാരണം അമ്മയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായേക്കാണെന്ന് എനിക്കറിയാം. ഉണ്ടോന്നോ? ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒന്നും പറയാതിരിക്കുന്ന ഭേദം. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് മടിയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ നേഴ്സുമാരൊക്കെ മുറി വന്നിട്ട് ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നറിയാവോ? അന്നേ ഞാൻ പറഞ്ഞ ആ ഹരിയോടൊപ്പമുള്ള കൂട്ട് നിന്റെ ശരിയല്ലെന്ന്. വൈജ കുറ്റപ്പെടുത്തുവാണ് രോഹിത്തിന് സങ്കടം വന്നു. എന്നാലും രോഹിത്ത് അത് മൈൻഡ് ചെയ്തില്ല. അമ്മ സോറി അമ്മ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതെ, ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട് അറിയാലോ. ഇപ്പം നിനക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിനക്ക് ജാമ്യം കിട്ടി നീ പുറത്തു വന്നു. പക്ഷേ ഇനി അങ്ങനെ എന്തേലും പോകാനായിട്ട് ഒരുമ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ജാമ്യം പോലും കിട്ടുമെന്ന് തോന്നില്ല രോഹിത്തെ. മറ്റുള്ളവരെ നാണം കെടുത്താൻ നീ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് വൈജ കുറേ പറയുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അതെ അമ്മയ്ക്ക് എന്തിനാ അലീന ചേച്ചിയോട് ഇത്ര ദേഷ്യം? അമ്മയ്ക്ക് അലീന ചേച്ചിയോട് സൗഹൃദത്തിൽ പോയിക്കൂടെ? എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചു. അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല വൈജയ്ക്ക്. എങ്ങനെ ഇഷ്ടപ്പെടാനാ? വൈജയുടെ ശത്രു അല്ലേ അലീന? ശത്രുവായിട്ടല്ലേ അലീനയും വൈജയന്തി കാണുന്നേ? പെട്ടെന്ന് തന്നെ വൈജയന്തി പറഞ്ഞു, ഓ ഇപ്പം നീയും അവളോടൊപ്പം ചേർന്ന് കാണൂല്ലേ? അല്ല, ഈ സോറി പറയാനായിട്ട് അവളാണോ നിന്നെയും കൂടി പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചു. അത് പിന്നെ അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ക്ഷമ ചോദിക്കണമെന്ന്, ഞാൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ. ഓ അങ്ങനെ. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ജന്മത്തിൽ എനിക്ക് അവളോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല. നീ എന്നോട് വന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ അവളോട് ഇപ്പോഴും ദേഷ്യമെന്ന് പറഞ്ഞു. അമ്മ എന്തിനാ അലീനേച്ചോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. ദേഷ്യമോ? അന്ന് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എടാ ഇവിടെ എൻ്റെ അധികാരത്തിലായിരുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ അവൾ ആ ഒരുമ്പെട്ടോൾ ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഉണ്ടല്ലോ, അവൾ കാരണം ഈ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇനി എനിക്ക് അവളെ കണ്ണെടുത്ത എൻ്റെ കൺമുന്നിൽ പോലും എനിക്ക് അവളെ കാണാനേ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അവള് ചത്തും മണ്ണടിഞ്ഞ് പോയെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, എന്തൊക്കെ അമ്മ ഈ പറയണേ? അലീന ചേച്ചി പാവ, അമ്മ ഉദ്ദേശിച്ച പോലൊന്നും അല്ല, ഒരു പാവം വന്നിരിക്കുന്നു. എടാ നിനക്ക് നാണമുണ്ടോ? നീയും ബബിതയൊക്കെ ഇത്രയ്ക്ക് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും മനുഷ്യന്മാരിങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അറിയില്ലാത്തോണ്ടാ. ദേ രോഹിത്തെ, നീ കൂടുതൽ എൻ്റെ അടുത്ത് ചിലക്കാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനോട് ഇട്ട് തരുമെന്ന് പറഞ്ഞു. രോഹിത്ത് പറഞ്ഞു, അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതേടാ ഇപ്പം മക്കളും അച്ഛനും ആ അലീന എന്ന് പറയുന്ന ഒരുമ്പെട്ടോളും എല്ലാവരും കൂടെ ഒന്നായി. ഇപ്പം ഞാനോ ഒറ്റ? എനിക്കറിയാം അല്ലെങ്കിലും ഇതെങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എടാ അതേ കാലം അവൾ ഈ വീട്ടിൽ വാഴാൻ പോകുന്നില്ല. അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. കണ്ടോ, അധികം വൈകാതെ അതൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞിട്ട് കുറേ ചീത്ത അങ്ങോട്ട് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് പിന്നെ ഒന്നും മിണ്ടിയില്ല. രോഹിത്തിനറിയാം എത്ര പറഞ്ഞാലും നന്നാവാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അലീന എന്നിട്ട് ചോദിച്ചു, എന്താ വെച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് ബാലേന്ദ്രൻ എഴുന്നേറ്റ് വന്ന് അലീനയുടെ കൈ രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കുകയാണ്. എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോളെ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്താ അച്ഛൻ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ശരിക്കും കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ മനസ്സിൽ ഇത്ര സന്തോഷം തോന്നുന്നത്. കാരണം നീ ഈ കുടുംബത്തിൽ വന്നു കയറിയതിന് ശേഷം എനിക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഈ വീട് വിട്ട് പോകണമെന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ,
നീ ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ. രോഹിത്തും ഭവിതയൊന്നും ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷിച്ചല്ല. അവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നോട് നേരെ ചൊവ്വയൊന്നും സംസാരിക്കത്ത് പോലും ഇല്ലായിരുന്നു അവന്. പക്ഷെ അവൻ ഇന്ന് വന്ന് എൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫുള്ള് ഉത്തരവാദിത്തം നിനക്കാണ്. നീ കാരണമാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നേ. അവനും ഭവിതയ്ക്കും ഉണ്ടായ മാറ്റം അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് പറയണേ? എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. രോഹിത് എൻ്റെ ആരാ? എൻ്റെ അനുജനല്ലേ? മറ്റവനെൻ്റെ അനുജത്തിമാര്. പിന്നെയോ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ അച്ഛനല്ലേ? അപ്പം പിന്നെ എന്നോട് എന്തിനാ നന്ദി വാക്ക് പറയണേ? നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ അച്ഛാ? അപ്പോൾ അവരെ നന്നാക്കി എടുക്കേണ്ട കടമ എനിക്കല്ലേ എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ നിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം പെറ്റമ്മയെ വൈജ, പക്ഷെ അവൾക്ക് പോലും രോഹിത്തിനെ ഭവിതയെ ആരെയും മാറ്റിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ നീ ഈ മാറ്റിയെടുത്ത് അവരെ സ്നേഹം കൊണ്ടാ രോഹിത്തിനെയൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിലോ ഒരു സമയത്ത് നിന്നെ ഉപദ്രവിക്കാനായിട്ട് നടന്നവനെ രോഹിത്ത്, ആ രോഹിത്തിനെ വരെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. നീ സ്നേഹം കൊടുത്ത് അവരെ മാറ്റിയെടുത്തെന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു പക്ഷെ നീ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവില്ലായിരുന്നു. രോഹിത്തിന് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം ഈ കുടുംബം എന്നെ ചിന്ന ഭിന്നമായി പോയാനും. അതെല്ലാം പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അച്ഛാ കരയല്ല അച്ഛാ, സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, സാരമില്ല മോളെ, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയതാ. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് അലീന രോഹിത്തിൻ്റെ അടുത്ത് നിന്ന് രോഹിത്തിനോട് പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്? മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മാറിയെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമായി അലീനിച്ചി. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറയേണ്ട കാര്യമായിരുന്നു. അലീനിച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഇങ്ങനെയൊന്നും പറയാനായിട്ട് എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അമ്മയാണെങ്കിലും എനിക്കിങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. സത്യവാ, വൈജയന്തിക്ക് എപ്പോഴും ബാലേന്ദ്രനോട് ദേഷ്യമല്ലേ? ബാലേന്ദ്രനെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കലിപ്പോട് കൂടിയാ വൈജയന്തി സംസാരിക്കുന്ന പോലും. അതാണ് മക്കൾ കണ്ട് വളർന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു രീതി തന്നെയാണ്. അച്ഛന് വില കൊടുക്കാത്ത രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആകെപ്പാടെ കൃഷ്ണമോള് മാത്രമായിരുന്നു നല്ല രീതിയിൽ ബാലേന്ദ്രനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും അലീന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ രോഹിത്തിനൊക്കെ മനസ്സിലാവുന്നുണ്ട്. തങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. രോഹിത്ത് പറഞ്ഞു, ചേച്ചി അതിന് ഞാൻ എനിക്ക് നന്ദിയും കടപ്പാടുള്ള ചേച്ചിയോടാണ്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ചേച്ചി ഞാൻ എത്ര ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും സാരമില്ലട മോനെ, പോട്ടെ, ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ, നിന്നെ നേർവഴിക്ക് നടത്തേണ്ട എൻ്റെ കടമയില്ലേന്ന് ചോദിച്ചു. ഇനി നല്ല രീതിയിൽ തന്നെ മോൻ മുന്നോട്ട് പോയാൽ മതി. എല്ലാത്തിനും അനുജിത്തിമാരുണ്ട്, ഞാനുണ്ട്, പിന്നെ അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിച്ചു. അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് അരിയനിക്ക് ഉറക്കം വന്നില്ല. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തൊട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലേക്കൂടെ പോകണം. ഭവിതയും രോഹിത്തും ഒക്കെ തന്നോട് പെരുമാറിയതും. പക്ഷേ അന്നത്തെ ആ ഭവിതയും രോഹിത്തും ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഒരു ജലദോഷം കാര്യങ്ങളും വല്ലാത്ത തലവേദന. അലീന എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയെങ്കിലും അലീനയ്ക്ക് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. തലവേദന കാരണം ഒരു രക്ഷയില്ല. പനിക്കാനാണ് അലീനയ്ക്ക് മനസ്സിലായി. പിന്നീട് അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. കൃഷ്ണമോൾ വന്നിട്ട് ചെന്തയച്ചി, എന്താ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ചൂടുണ്ട്. ചേച്ചിക്ക് പനിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല മോളെ, കുഴപ്പമില്ല, എനിക്കറിയാം ചേച്ചിക്ക് നല്ല വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞു. പനിക്കാനുള്ള ലക്ഷണമാണെന്ന് തോന്നേ, പനിക്കോളാന്ന് തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ അലീന ചേച്ചിക്ക് പനിക്കോളുണ്ടെന്ന് തോന്നേ, അലീന ചേച്ചിക്ക് തീരെ വയ്യാന്നൊക്കെ ഇങ്ങനെ പറയണം. ബാലേന്ദ്രൻ ചോദിച്ചു, ആഹാ എന്നിട്ട് എന്താ അടുക്കളയിൽ കിടന്ന് ഭയങ്കര പണിയാന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അലീന ചേച്ചി പോയി സഹായിക്കാം. പാവം അല്ലെങ്കിൽ അടുക്കളയിൽ കിടന്ന് ഇന്ന് ജോലി ചെയ്ത് മടുക്കത്തുള്ളെന്ന് പറഞ്ഞു. രാവിലെ എല്ലാവർക്കും പോകണമല്ലോ, ബാലേന്ദ്രനാണെങ്കിലും കൃഷ്ണമോൾക്കും ഭവിതയ്ക്കും ഒക്കെ പോകേണ്ടതാണല്ലോ. പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഭവിത അങ്ങോട്ടേക്ക് വരുന്നേ. ഭവിത വന്നിട്ട്, അല്ല ആർക്കാ പനിക്കോള, ആരുടെ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചു. അലീന ചേച്ചിയുടെ കാര്യമെന്ന് പറഞ്ഞു. അലീന ചേച്ചിക്ക് എന്ത് പറ്റി? അലീന ചേച്ചി പനിക്കാൻ തോന്നുന്നു, വല്ലാത്ത ക്ഷീണമുണ്ട്, അടുക്കളയിലുണ്ട്, ഞാൻ പറഞ്ഞിട്ട് കയറി പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുക്കളയിലുണ്ട് ആള്. ഭവിത നോക്കിയിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛനൊരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഡോക്ടർ എന്തിനാ? അല്ല അലീനേച്ചിക്ക് പനിയുണ്ടെന്ന് തോന്നേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഭവിതയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് ഭവിതയെ നോക്കുവാണ്. ഇവള് തന്നെയാണ് ഈ പറയുന്നതെന്നുള്ള രീതിക്ക്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല മോളെ, അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇത്രയും ഞാൻ മെഡിസിൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. ഇതേ അച്ഛാ
അച്ഛനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ടിരാം, അത് മതിയോ എന്ന് ചോദിച്ചു. ഭവതിക്ക് ദേഷ്യമോ സങ്കടം എല്ലാം കൂടെ വന്നു. ബാലേന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്. കാരണം അത്രയ്ക്ക് സങ്കടമാണോ ദേഷ്യമാണോ, ഭയങ്കര വെപ്രാളം കാര്യങ്ങളൊക്കെ ആയിരുന്നു ബബിതയ്ക്ക്. ബാലേന്ദ്രൻ പറഞ്ഞു, ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചോണ്ടിരാം, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഡോക്ടറെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും അലീനയല്ല ബബിത നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഒരു വിക്സൊക്കെ എടുത്തോണ്ടാണ് വന്നേ. അങ്ങനെ വിക്സൊക്കെ എടുത്തോണ്ട് വന്നിപ്പോൾ അലീന അടുക്കളയിരിക്കുക. പനിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ചേച്ചി ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അലീന എന്താ, എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്, എന്തേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ ഇട്ടേരാ, അതൊന്നും ചേച്ചി നോക്കണ്ടെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് ആ ഭാമെടുത്ത് നെറ്റി പുരട്ടി കൊടുക്കുകയാണ്. അലീന ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെനിക്ക് അത്ഭുതം തോന്നി, ഭവിത ഇങ്ങനെ നെറ്റിയെ പുരട്ടി കൊടുക്കുന്ന സമയത്ത്. അപ്പം ഭവിത കണ്ടിട്ടുണ്ടായിരുന്നു രോഗത്തിന് പനി വന്നപ്പോൾ രോഗത്തിന് എങ്ങനെയാണ് അലീനെ ശുശ്രൂഷിച്ചതെന്നൊക്കെ. അപ്പം ഇനിയിപ്പോൾ അലീനച്ചയ്ക്കും എന്തെങ്കിലും വരുമ്പോൾ തങ്ങളാണല്ലോ ശുശ്രൂഷിക്കേണ്ടത്, അപ്പോൾ അതുപോലെ തന്നെ കെയറിങ് കൊടുക്കേണ്ടത് എന്നൊരു ചിന്തയായിരുന്നു. ഭവിത കയ്യെ പിടിച്ചിട്ടൊന്ന് വന്ന് അവിടെ മുറിയിൽ പോയി കിടക്കാനും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചോണ്ടും കൂടി പോവാണ്. അലീന പറഞ്ഞു, സാരമില്ല, എനിക്ക് കുറേ ജോലിയും കൂടെ ബാക്കിയുണ്ട്, അതെ ഞാനും കൃഷ്ണയും കൂടെ കൂടി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ആ പാത്രമൊക്കെ കഴുകിയെടുക്കാനുണ്ട്, അതൊന്നും ചേച്ചി നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് അലീനെ കൊണ്ടുപോയിട്ട് കിടക്കാൻ പറഞ്ഞു. അലീന പറഞ്ഞു, വേണ്ട കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഷീറ്റൊക്കെ പതിപ്പിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിപ്പോൾ കൃഷ്ണമോളും കൂടെ വന്നു. കൃഷ്ണനോട് പറഞ്ഞു, അതെ അലീനച്ചിക്ക് വയ്യാത്തതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ജോലികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അടുക്കളയിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷ്ണമോളും ബബിതയും കൂടെ കൂടിയിട്ട് അടുക്കള ജോലികളൊക്കെ ചെയ്യണം. അതിനുശേഷം ബബിത കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഭവിതേച്ചി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലോ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, വൈജയന്തിക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.